Good morning. Be back to the class. In the last class, I gave you some problems to do, and I don't know how far you have done or what are the problems that you could solve. Also, I'm not clear, but keep in mind that it is not a one-day task. കുറച്ച് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കും നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെത്താൻ. ചെയ്യാത്ത പ്രോബ്ലംസ് മാർക്ക് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഞാൻ ഇനി എടുക്കാൻ പോണ കുറച്ച് പ്രോബ്ലംസ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ട് അതിലുള്ള വല്ല പ്രോബ്ലംസും ചെയ്യാൻ പറ്റായികയില്ല. അപ്പോൾ ഈ ഒരു എൻ്റെ എക്സ്പ്ലനേഷൻ കഴിയണ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി ഏതൊക്കെയാണ് കിട്ടാത്തത്. ചിലപ്പോൾ ഞാൻ ഇതിൽ അതേപോലത്തെ സിമിലർ സംസ് ഒക്കെ ചെയ്താൽ it will be easy for you to do that problem, right? So today we are moving with the problem about operating leverage and financial leverage. Hope it's clear for you. And today I start with another problem, and let me explain you what is actually following is the cost information of a firm. Fixed cost 50,000, variable cost 70% of sale. Sales is 2 lakh in the previous year and 2,50,000 in the current year. So 2 years are there, previous year and current year, right? Find out percentage change in sales and operating profit when fixed costs are not there, when fixed costs are there. So you have two situations here, when fixed costs are not there and fixed costs are there. രണ്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താ? What is a percentage change in sales? What is a percentage change in operating profit? Is it right? അപ്പോൾ നമ്മൾ percentage change ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. So let us move to the problem part. Problem പാർട്ടിലേക്ക് മൂവ് ചെയ്യാണ്. ആൻഡ് പ്രോബ്ലം ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് സിറ്റുവേഷനിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് സിറ്റുവേഷൻ എന്താ? വാട്ട് ഈസ് ദ ഫസ്റ്റ് സിറ്റുവേഷൻ? വെൻ അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ ഏതാ? ഫസ്റ്റ് സിറ്റുവേഷൻ ഇസ് ദാറ്റ് നോ ഫിക്സഡ് കോസ്റ്റ്, ഐ മീൻ നോ ലിവറേജ് ആണ് ഫസ്റ്റ് സിറ്റുവേഷൻ, അല്ലേ? ലിവറേജ് ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. സോ വാട്ട് വി ഷുഡ് ഡു? ഒരു കോളം വരയ്ക്കുക. ആ കോളത്തിനെ ലിവറേജ് ഇല്ലാത്ത സിറ്റുവേഷനാണ്. 1, 2, 3 ഡിവൈഡ് ചെയ്യുക. ഐ വിൽ ടെൽ യു. ദിസ് ഇസ് പ്രീവിയസ് ഇയർ, ദിസ് ഇസ് കറന്റ് ഇയർ, ആൻഡ് ദിസ് ഇസ് ദ പെർസെൻറ്റേജ് ചേഞ്ച്, റൈറ്റ്? Current year, previous year and percentage change. So the question was, what is the percentage change in sale and what is the percentage change in profit when there is no leverage? I mean, enda inde artham? When there is no fixed, when there is no leverage nu ananda, when there is no fixed cost. Clear? So start with sale first. Sale aanu ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സെയിലിൻ്റെ ഇൻഫർമേഷൻ. സെയിൽ ഇസ് 2 lakh, 2 ലക്ഷമാണ്. ക്ലിയർ? കറന്റ് ഇയറിലെ സെയിൽ എത്രയാ? 2,50,000 ആണ്. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് സെയിൽ? പെർസെൻറ്റേജ് സെയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എത്രയാണ് ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്? 50,000 ആണ് ഇൻക്രീസ്. വാട്ട് ഈസ് ദ ഇൻക്രീസ് ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ പ്രീവിയസ് ഇയർ ഇൻറ്റു 100. അങ്ങനെയാണ് പെർസെൻറ്റേജ് സെയിൽ കാണുക. അപ്പോൾ എത്രയാണ് ഇൻക്രീസ്? 50,000 ആണ് ഇൻക്രീസ്. അപ്പോൾ 50,000 ഡിവൈഡഡ് ബൈ 2 lakhs ഇൻറ്റു 100. 2 lakhs കംപ്ലീറ്റ് ആയിട്ട് ഇടണം കേട്ടോ. ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് സെയിൽ കിട്ടും. പെർസെൻറ്റേജ് സെയിൽ ഇസ് 25%, റൈറ്റ്? 25% പെർസെൻറ്റേജ് ഇൻ സെയിൽ. ആൻഡ് സെയിലാണ് നമ്മൾ ആദ്യം കണ്ടത്. സെയിലാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. സെയിലിന് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? ആൻഡ് സെക്കൻഡ്, അതിന്ന് പിന്നെ ചോദിച്ചിട്ടുള്ളത് ഓപ്പറേഷനാണ്, പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ. ഫിക്സഡ് കോസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് കിട്ടാൻ
എന്ത് മാത്രമേ മൈനസ് ചെയ്യേണ്ടുള്ളൂ? You have to minus only variable cost. Clear? And variable cost is given as 70% of sale. സെയിലിൻ്റെ 70% വേരിയബിൾ കോസ്റ്റ്. ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ 70% 1,40,000. ക്ലിയർ? 2,50,000 70% 1,75,000. What is the percentage increase? അപ്പോഴും നോക്കുക, 1,40, 1,75 50, 60, 70, 75 35,000 റുപ്യാണ് ഇൻക്രീസ്. So 35,000 divided by 1,40,000 into 100, it comes as 25% variable cost. Clear? So sales minus variable cost will give you what? Sales minus variable cost നമുക്ക് എന്താ കിട്ടുക? Sales minus variable cost will give you the profit from operations. Right? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസിന് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ്. അപ്പോൾ 2 lakh minus 1,40,000, ഇറ്റ് കംസ് ടു 60,000. റൈറ്റ്? കറൻറ്റ് ഇയറിൽ 2,50,000 minus 1,75,000, ഇറ്റ് കംസ് ടു 75,000. Clear? What is the percentage increase? ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 15,000 ആണ് ഡിഫറൻസ്. 15,000. This 15,000 divided by 60,000 into 100. It comes to again 25%. So if there is no leverage, the percentage change, ഇതാണ് ആൻസർ. Percentage change is 25%. Is it clear for you? ഇനി ഇതിൻ്റെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഇല്ലെങ്കിൽ എന്താവും അവസ്ഥ എന്നാണ് നമ്മൾ ചെയ്തത്. ഫിക്സഡ് കോസ്റ്റ് ഇസ് നോട്ട് ദെയർ. ഇനി അടുത്ത സിറ്റുവേഷൻ എന്താ? ഫിക്സഡ് കോസ്റ്റ് ഇസ് ദെയർ. ലിവറേജ്ഡ് സിറ്റുവേഷൻ ആണ്. ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് എത്ര എമൗണ്ട് എന്നുള്ളത്. ഫിക്സഡ് കോസ്റ്റ് ഇസ് ഗിവൺ ആസ് 50,000, 50,000 ആണ്. ബാക്കി എല്ലാ കണ്ടീഷൻസും അതേപോലെ, പ്രോബ്ലം അതുപോലെ തന്നെ ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. യു ആർ ആസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽ ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. പെർസെൻറ്റേജ് ചേഞ്ച് തന്നെയാണ് കാണുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇതാണ് നമ്മളുടെ. സെക്കൻഡ് പാർട്ട് എന്താ? വെൻ ദർ ഇസ് ലിവറേജ്. ലിവറേജ് ഉണ്ട്. ലിവറേജ്, ലിവേർഡ് ഫേം. Clear? Or fixed cost is there. Fixed cost is 50,000. Leverage of 50,000 ആണ് ഉള്ളത്. സംശയം വേണ്ട. ക്ലിയർ? അപ്പോൾ ഒന്ന് ആലോചിക്കൂ. സെയിലിൽ തന്നെയാണ് നമ്മൾ തുടങ്ങണത്. കോളം വരച്ചിട്ട് തന്നെ ചെയ്യുക. പ്രീവിയസ് ഇയറിൻ്റെ സെയിൽ എത്രയാ? പ്രീവിയസ് ഇയറിൻ്റെ സെയിൽ 2 lakh ആണ്. കറൻറ്റ് ഇയറിൻ്റെ സെയിൽ എത്രയാ? 2,50,000 ആണ്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് സെയിൽ ഇൻക്രീസ്? പെർസെൻറ്റേജ് ചേഞ്ച് എന്താ? ഒരു വ്യത്യാസമില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെയാണ്. 25%. റൈറ്റ്? ചേഞ്ച് ഉണ്ടോ? ഇല്ല. ലെസ് വേരിയബിൾ കോസ്റ്റ്, ദാറ്റ് വിൽ ഗിവ് യു കോൺട്രിബ്യൂഷൻ അല്ലേ? ഇപ്പോൾ വേരിയബിൾ കോസ്റ്റ് പറഞ്ഞാൽ 70% ഓഫ് സെയിൽ. അതിലും മാറ്റമില്ല. 1,40,000 ആണ് ഫസ്റ്റ് കേസിൽ. പ്രീവിയസ് ഇയറിൽ. കറൻറ്റ് ഇയറിൽ ഇറ്റ് ഈസ് 1,75,000. What is the increase? Increase is the same as 25%. Is it right? And ഇത് രണ്ടും ചെയ്താൽ കിട്ടുന്നത് എന്താ സാധനം? അതിന് നമ്മൾ എന്താ പറയുക? What is it known as? It is known as contribution. So contribution is 60,000. 60,000 ആണ് contribution. ഇവിടെ contribution is 75,000. ആൻഡ് വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ചേഞ്ച്? ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. നേരത്തെ കേസിൽ ഇതായിരുന്നു പ്രോഫിറ്റ്. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. നേരത്തെ കേസിൽ ഫിക്സഡ് കോസ്റ്റ് ഇല്ല. സോ 25% ഇസ് ദ ഇൻക്രീസ്. ലെസ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ആണ് ഡിഡക്റ്റ് ചെയ്യണത്. ഫിക്സഡ് കോസ്റ്റ് രണ്ട് കേസിലും മാറ്റമില്ല. ഫിക്സഡ് കോസ്റ്റ് ഇസ് 50,000. ഇവിടെയും 50,000 ആണ്. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ചേഞ്ച്? പെർസെൻറ്റേജ് ചേഞ്ച് ഫിക്സഡ് കോസ്റ്റിലില്ല. കാരണം ഇൻക്രീസ് ഉണ്ടാവില്ലല്ലോ. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ് അറ്റ് എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി. റൈറ്റ്? സോ ദ ആൻസർ വാട്ട് യു ഗെറ്റ് ഇസ് ദ
profit from operation. Right? അപ്പോൾ എത്രയാണ് പ്രോഫിറ്റ്? ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. 10,000 ആണ് ഫസ്റ്റ് കേസിലെ പ്രോഫിറ്റ്. സെക്കൻഡ് കേസിലെ പ്രോഫിറ്റ് എന്താ? ഇറ്റ് ഈസ് 25,000. സീ ദ ഡിഫറൻസ്. 10,000 ഉള്ളത് 25,000 ആയി. എത്ര ഇൻക്രീസ് ഉണ്ട്? ദർ ഇസ് എൻ ഇൻക്രീസ് ഓഫ് 15,000 അല്ലേ? സോ 15,000 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 100. നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം എത്ര വരിക? എത്ര? വാട്ട് ഈസ് എ പെർസെൻറ്റേജ്? പെർസെൻറ്റേജ് ഇസ് 150. 25%, 30% ഒന്നല്ല. എത്ര പെർസെൻറ്റേജാ? 150%. So what does that show here? That shows that the leverage, the fixed cost has helped in magnifying the percentage increase in operating profit. Clear? So there is no increase in sale remains the same. നമ്മൾ എപ്പോഴും എഴുതേണ്ട ആൻസർ കമൻസ് എഴുതണം. കമൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് പെർസെൻറ്റേജ് ഓഫ് സെയിലിന് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് റിമെയിൻസ് ദ സെയിം ആണ്. ഇറ്റ് ഈസ് ദ സെയിം അറ്റ് 2 levels ഓഫ് ആക്ടിവിറ്റി because there is no change. It is remaining as 25% itself. Clear? But what is happening is that in the first case, when there was no dividend, അത് രണ്ടാമത്തെ കേസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. രണ്ടാമത്തെ കേസിൽ നമ്മൾ എഴുതണം. ആദ്യത്തെ കേസിൽ നോ ലിവറേജ് ഇല്ലാത്ത കേസിൽ എന്താ സംഭവിച്ചത്? percentage of sale is 25% and percentage of profit also, percentage change in profit also is 25%. There is no difference because it is absence of leverage. Absence of leverage doesn't create any difference because variable cost, the change in variable cost is in the same level like change in sale ഒരു യൂണിറ്റ് കൂടിയാൽ വേരിയബിൾ കോസ്റ്റും ഒരു യൂണിറ്റ് കൂടും അല്ലേ? അത് നമ്മൾ അതേ പ്രപ്പോർഷനിലാണ് ഇൻക്രീസ്. അപ്പോൾ സോ ദർ വിൽ നോട്ട് ബി എനി പെർസെൻറ്റേജ് ചേഞ്ച് ഇഫ് ദർ ഇസ് നോ ലിവറേജ്. ഫിക്സഡ് കോസ്റ്റ് ഇല്ലാച്ചാൽ. ആൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ ദർ ഇസ് ഫിക്സഡ് കോസ്റ്റ്? ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ലിവറേജ് ഉണ്ടെങ്കിൽ because of leverage, the percentage change in profit in the percentage change is 150% more than percentage change in sales. Because sales percentage changes only 25%. Clear? And how does this work out? ഇത്രയും ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന റീസൺ എന്താ? ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് പോയിന്റ്. ലിവറേജ് ഇസ് ദ മാഗ്നിഫൈങ്. ലിവറേജ് ഇസ് മാഗ്നിഫൈങ്. is magnifying the increase. Magnifying the increase. Increase in what? Increase in profit. Is it clear for you this problem? ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. തെറ്റിക്കരുത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ്റെ പാർട്ട് അതിൽ ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാൻ ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. മറ്റത് ക്ലിയർ അല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത്. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി and what is asked in the question you have to do. Right? So see you in the next class with another problem. ഞാൻ illustrations ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇന്നലെ തന്ന എക്സസൈസ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇൻ എ ഡേ ഇറ്റ് കനോട്ട് ഹാപ്പൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ഇതേപോലത്തെ വല്ല സമൂഹ എക്സസൈസിലുണ്ടെങ്കിൽ ഇന്ന് അത് തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ചെയ്യുക. അവസാനം മതി കിട്ടാത്ത പ്രോബ്ലംസ് വീണ്ടും വർക്കൗട്ട് ചെയ്യാം. ഓക്കെ? ഹോപ്പ് യു ആർ സ്റ്റഡിയിങ്. നമുക്കൊരു എക്സാം വെക്കണം. ഈ ഒരു ചാപ്റ്ററിൻ്റെ എൻഡോട് കൂടിയിട്ട് ഒരു പരീക്ഷ ഉണ്ടെന്ന് പറയും. ആൻഡ് വിത്ത് ദിസ് ഐ വിൽ സ്റ്റോപ്പ്. ഓക്കെ? ടേക്ക് കെയർ.